ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ്? യെസ്, എ പീസ് ഓഫ് കേക്ക്. നമ്മുടെ യൂണിറ്റിന്റെ പേരും നമ്മുടെ ലെസന്റെ പേരും രണ്ടും എ പീസ് ഓഫ് കേക്ക് എന്ന് തന്നെയാണ്. നോക്കൂ, എ ഒരു പീസ് കഷ്ണം ഓഫ് കേക്ക്, കേക്കിന്റെ ഒരു കഷ്ണം. ഇനി നമുക്ക് ലെസണിലേക്ക് പോകാം. ഇത് ഒരു ആന കുടുംബത്തിന്റെ മനോഹരമായ ഒരു കഥയാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മദർ എലിഫന്റ്, അതായത് അമ്മ ആന. പിന്നീട് ഹെയർ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവ്, ബ്രൗൺ എന്ന മൂത്ത മകൻ, ലൂക്ക് എന്ന മറ്റൊരു മകൻ, ബേബി എലിഫന്റ് ഏറ്റവും ഇളയ ആനക്കുട്ടി, ഡെല്ല എന്ന ഒരു മകളും. മൊത്തം 6 പേരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. നമുക്കിനി കഥയിലേക്ക് പോകാം. നോക്കൂ, ദ മദർ എലിഫന്റ്. മദർ എലിഫന്റ് എന്നാൽ അമ്മ ആന. ലുക്ക്ഡ് കാണപ്പെട്ടു, സേഡ് ദുഃഖിതയായി. മദർ എലിഫന്റ് അമ്മ ആന ദുഃഖിതയായി കാണപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. വൈ എന്തുകൊണ്ട്, ഈസ് ആണ് എന്തുകൊണ്ടാണ്, ദ മദർ എലിഫന്റ് അമ്മ ആന സേഡ് ദുഃഖിതയായത്? എന്തുകൊണ്ടാണ് അമ്മ ആന ദുഃഖിതയായത്? നമുക്ക് നോക്കാം. ഇതാണ് മദർ എലിഫന്റ്, ഇതിലെ പ്രധാന കഥാപാത്രം. ഇത് ലൂക്ക്, ഒരു മകൻ. നോക്കൂ, അമ്മ ആന എന്താണ് പറയുന്നത് നോക്കൂ. ഐ ആം വെരി ഫാറ്റ്. ഐ ഞാൻ, ആം ആണ്, വെരി വളരെ, ഫാറ്റ് തടിച്ച, ഞാൻ വളരെ തടിച്ചവളാണ്. അതാണ് അമ്മ ആനയുടെ ദുഃഖവും. തടി കൂടുതലാണ് എന്നാണ് അമ്മ ആന വിചാരിക്കുന്നത്. അപ്പോൾ ഓരോ മക്കളും മദർ എലിഫന്റിനെ സമാധാനിപ്പിക്കുകയാണ്. ആദ്യം സമാധാനിപ്പിക്കുന്ന ആരാണ്? യെസ്, ലൂക്കാണ്. ലൂക്ക് എന്താണ് പറയുന്നത് നോക്കൂ. ഹോ, യു ആർ നോട്ട് ടു ഫാറ്റ്. യു, നീ, ആർ നോട്ട്, ആർ എന്നാൽ ആണ് എന്നർത്ഥം. നോട്ട് ചേർന്നാലോ അല്ല എന്നാവും. യു ആർ നോട്ട്, നീ അല്ല, ടു വെരി വളരെ, ഫാറ്റ് തടിച്ച, നീ വളരെ തടിച്ചവളൊന്നുമല്ല. ഇതാണ് ബേബി എലിഫന്റ്. ബേബി എലിഫന്റ് എന്താണ് പറയുന്നത് നോക്കൂ. ലുക്ക്, നോക്കൂ, മമ്മി ഹാസ്, മമ്മിക്കുണ്ട്, എ ഒരു ഫാറ്റ് തടിച്ച ബെല്ലി, ബെല്ലി എന്നാൽ വയർ. മമ്മിക്ക് ഒരു തടിച്ച വയറുണ്ട്. മമ്മിക്ക് അത് മാത്രമേ പ്രശ്നമുള്ളൂ, ഒരു വയറ് മാത്രം അല്പം തടിച്ച് എന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. മറ്റു മക്കൾ എന്താണ് പറയുന്നത് നോക്കൂ. ഇതാണ് ബ്രൗൺ, ഏറ്റവും മൂത്ത മകൻ. ഇത് ഡെല്ല, മദർ എലിഫന്റിന്റെ മകൾ ഡെല്ല. ഇവിടെ ബ്രൗൺ എന്താണ് പറയുന്നത് നോക്കൂ. യു ആർ, നീ ആണ്, ക്യൂട്ട്, ക്യൂട്ട് എന്നാൽ ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. ടു എന്നാൽ കൂടാതെ എന്നാണ് അർത്ഥം. യു ആർ ക്യൂട്ട് ടു എന്നാൽ നീ കൂടാതെ ഭംഗിയുള്ളവളുമാണ്, അല്ലേ? നീ ഭംഗിയുള്ളവളുമാണ്. അപ്പോൾ നമ്മൾ ഡെല്ല എന്താണ് പറയുന്നത്? മോം, അമ്മ, യു ആർ, നീ ആണ്, എന്താണ്? സ്ട്രോങ്, സ്ട്രോങ് എന്നാൽ ശക്തിയുള്ള, നീ ശക്തിയുള്ളവളും ആണ്. നോക്കൂ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദ മദർ എലിഫന്റ്, അമ്മ ആന, പ്രിപ്പയർഡ് തയ്യാറാക്കി. എന്താണ് തയ്യാറാക്കിയത്? ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ എന്താണ്? കാലത്തെ ഭക്ഷണം, പ്രാതൽ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. എന്നിട്ടോ, കം, വരൂ, ഇറ്റ് ഈസ് ടൈം. ഇറ്റ് ഈസ് ടൈം എന്നാൽ സമയമായി. ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്നർത്ഥം. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി, വരൂ.
അവൾ മദർ എലിഫന്റ് കോൾഡ് ഔട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി വരൂ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് എന്ത്? ഡിഡ് ദേ ഹാവ്? ഇവിടെ ഹാവ് എന്നാൽ ഉണ്ട് എന്നല്ല അർത്ഥം, ഈറ്റ് എന്നാണ് അർത്ഥം. ഈറ്റ് എന്നാൽ എന്താണ്? കഴിക്കുക, തിന്നുക എന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് ദേ ഹാവ്? ഹാവ്, ഡിഡ് ഹാവ് എന്നാൽ ഹാഡ്, എയ്റ്റ് കഴിച്ചു എന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് ദേ ഹാവ്? അവരെന്താണ് കഴിച്ചത്? ഫോർ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റിന് അവർ എന്താണ് കഴിച്ചത്? നമുക്ക് നോക്കാം. ഓൾ എല്ലാവരും, സെറ്റ് ഇരുന്നു, ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന്, ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഇരുന്നു. വാട്ട് എന്ത്? ഈസ് ആണ്, ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന്, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? ടുഡേ ഇന്ന്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? മോം അമ്മ ആസ്ക്ഡ് ചോദിച്ചു. ആരാ ചോദിച്ചത്? ലൂക്ക് മകൻ ചോദിച്ചു അല്ലേ? ഒരു മകൻ ചോദിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? അപ്പൊ അമ്മ പറയാണ് വി ഹാവ്, നമുക്കുണ്ട്, കോക്കനറ്റ് തേങ്ങ, ആൻഡ് തേങ്ങയും, ഷുഗർ കെയിൻ, ഷുഗർ കെയിൻ എന്നാൽ കരിമ്പും, നമുക്കിന്ന് തേങ്ങയും കരിമ്പുമാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. നോ മോർ, നോ മോർ എന്നാൽ ഇനിയില്ല. കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്, കേക്ക്സും ബിസ്ക്കറ്റ്സും ഇനിയില്ല. ഫ്രം മുതൽ, ടുഡേ ഇന്ന്, ഫ്രം ടുഡേ ഓൺവാർഡ്സ് എന്നാൽ ഇന്ന് മുതൽ, ഇന്ന് മുതൽ നമുക്ക് ബിസ്ക്കറ്റ്സും കേക്ക്സും ഇല്ല. സെഡ് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ദ മദർ എലിഫന്റ്, അമ്മ ആന പറഞ്ഞു. ബട്ട് എന്നാൽ, വൈ എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അമ്മ എന്നാരാണ് ചോദിക്കുന്നത്? ദ ബേബി എലിഫന്റ്, കുട്ടിയാന, ആസ്ക്ഡ് ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചത്? സാഡ്ലി, സാഡ്ലി എന്നാൽ ദുഃഖത്തോടെ, ദുഃഖത്തോടെ കുട്ടിയാന ചോദിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് അമ്മേ? എന്താണ് കുട്ടിയാന ദുഃഖത്തോടെ ചോദിച്ചത്? അതിന് കേക്ക്സും ബിസ്ക്കറ്റ്സും വലിയ ഇഷ്ടമാണ്. അപ്പൊ അമ്മ അതിന് പറയുന്ന കാരണം എന്താണെന്ന് നോക്കൂ. വി ആർ ഓൾ, വി ആർ നമ്മളാണ്, ഓൾ എല്ലാവരും, നമ്മളെല്ലാവരും ഫാറ്റ് തടിച്ചവരാണ്, നമ്മളെല്ലാം തടിച്ചവരാണ്. വി നമ്മൾ, ഹാവ് ടു ഈറ്റ്, ഈറ്റ് എന്നാൽ തിന്നുക എന്നാണ് അർത്ഥം. ഹാവ് ടു ഈറ്റ് എന്നാൽ നമ്മൾ തിന്നണം. എങ്ങനെ തിന്നണം? ലെസ് കുറച്ച്, ലെസ് കുറച്ച്, നമ്മൾ കുറച്ച് തിന്നണം. ആൻഡ് എന്നിട്ട് വർക്ക്, ജോലി, വർക്ക് എന്നാൽ ജോലി ചെയ്യുക, വർക്ക് ജോലി ചെയ്യണം, അധ്വാനിക്കണം. മോർ കൂടുതലായി, നമ്മൾ കുറച്ച് തിന്ന് കൂടുതൽ അധ്വാനിക്കണം. ദ മദർ റിപ്ലൈഡ്, അമ്മ മറുപടി പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യമുണ്ട് നോക്കൂ. വിൽ ദേ എഗ്രി, എഗ്രി എന്നാൽ സമ്മതിക്കുക, വിൽ എഗ്രി എന്നാൽ സമ്മതിക്കുമോ? ദേ അവർ, ആനക്കുട്ടികൾ, അവർ സമ്മതിക്കുമോ? വിത്ത് മോം, മോം പറഞ്ഞത്, അമ്മ പറഞ്ഞതിനോട് അവർ സമ്മതിക്കുമോ? നമുക്ക് നോക്കാം. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ദ എലിഫന്റ് കിഡ്സ്, കിഡ്സ് എന്നാൽ കുട്ടികൾ, ദ എലിഫന്റ് കിഡ്സ് ആനക്കുട്ടികൾ, വെന്റ് പോയി, ഗോ പോവുക, വെന്റ് പോയി, എവിടത്തേക്കാ പോയത്? ടു ലേക്ക്, ടു സ്കൂൾ, സ്കൂളിലേക്ക് ആനക്കുട്ടികൾ പോയി. ഇൻ ദ ഈവനിങ്, ഈവനിങ് എന്നാൽ വൈകുന്നേരം, ഇൻ ദ ഈവനിങ് വൈകുന്നേരത്തിൽ, ദേ അവർ, കെയിം ബാക്ക് തിരിച്ചു വന്നു, ഹോം വീട്, ഹോം വീട്ടിലേക്ക് വൈകുന്നേരം അവർ തിരിച്ചു വന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് ഡു യു യൂഷ്വലി ഡു? ഡു എന്നാൽ ഇവിടെ ചെയ്യുക എന്നാണ് അർത്ഥം. വാട്ട് ഡു യു, നിങ്ങൾ എന്താണ് ഡു ചെയ്യുന്നത്? യൂഷ്വലി പതിവായി. ആഫ്റ്റർ സ്കൂൾ, ആഫ്റ്റർ സ്കൂൾ എന്നാൽ സ്കൂൾ വിട്ടതിനു ശേഷം, ആഫ്റ്റർ ലീവിംഗ് ദി സ്കൂൾ എന്നാണ് അർത്ഥം.
സ്കൂൾ വിട്ടതിനു ശേഷം നിങ്ങൾ പതിവായി എന്താണ് ചെയ്യാറുള്ളത്? കൂട്ടുകാരോടാണ് ഈ ചോദ്യം. എന്താണ് കൂട്ടുകാർ ചെയ്യാറുള്ളത്? ചിലർ TV കാണും, ചിലർ കളിക്കും. ഓരോ കൂട്ടുകാരും ഓരോ ഒന്നായിരിക്കും ചെയ്യുക. അപ്പോൾ കൂട്ടുകാർ അതിന്റെ ആൻസർ പറയണം. മോം, ക്യാൻ വി വാച്ച് ടെലിവിഷൻ? കേൻ എന്നാൽ കഴിയുമോ, ക്യാൻ വി ഞങ്ങൾക്ക് കഴിയുമോ, വാച്ച് എന്നാൽ കാണുക, ടെലിവിഷൻ ടെലിവിഷൻ, ക്യാൻ വി വാച്ച് ടെലിവിഷൻ ഞങ്ങൾക്ക് ടെലിവിഷൻ കാണാൻ കഴിയുമോ? ആസ്ക്ഡ് ചോദിച്ചു. ആരാണ് ചോദിച്ചത്? ബ്രൗൺ. ബ്രൗൺ ആരായിരുന്നു? ദ എൽഡസ്റ്റ്. എൽഡസ്റ്റ് എന്നാൽ ഏറ്റവും മൂത്ത. ബ്രൗൺ ഏറ്റവും മൂത്തവനായ ബ്രൗൺ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അമ്മ, ഞങ്ങൾക്ക് ടെലിവിഷൻ കാണാൻ കഴിയുമോ? അതായത് ഞങ്ങൾ ടെലിവിഷൻ കാണട്ടെ. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നോ ടൈം. ടൈം എന്നാൽ സമയം. നോ ടൈം, സമയമില്ല. ഡിയേഴ്സ്, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളെ, സമയമില്ല. പുട്ട് യുവർ ബാഗ്സ് ഡൗൺ. പുട്ട് ഡൗൺ എന്നാൽ താഴെ വെക്കുക. എന്താണ് താഴെ വെക്കേണ്ടത്? യുവർ ബാഗ്സ്. പുട്ട് യുവർ ബാഗ്സ് ഡൗൺ എന്നാൽ നിങ്ങളുടെ ബാഗ്സ് താഴെ വെക്കുക. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യണം? ഫോളോ. ഫോളോ എന്നാൽ പിന്തുടരുക. മീ എന്നെ, എന്നെ പിന്തുടരുക, അതായത് എന്റെ കൂടെ വരിക. നിങ്ങൾ ബാഗെല്ലാം താഴെ വെച്ച് എന്റെ കൂടെ വരൂ. വി നമ്മൾ ആർ ഗോയിങ്. ഗോ എന്നാൽ പോവുക, ആർ എന്നാൽ ആണ്, ഗോയിങ് പോയിക്കൊണ്ടിരിക്കുക. ആർ ഗോയിങ് എന്നാൽ എന്താണ്? പോവുകയാണ്. ഫോർ വേണ്ടി. എന്തിനു വേണ്ടി? എ ഒരു റൺ. റൺ എന്നാൽ ഓടുക എന്നർത്ഥം. ഫോർ എ റൺ എന്നാൽ ഓടുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ലുക്ക്, നോക്കൂ. വി ആർ ഗെറ്റിംഗ്. ഗെറ്റ് എന്നാൽ ഇവിടെ അർത്ഥം ആകുക എന്നാണ്. ആർ ഗെറ്റിംഗ് എന്നാൽ ആകുകയാണ്. വി ആർ ഗെറ്റിംഗ്, നമ്മൾ ആകുകയാണ്. എന്താവുകയാണ്? പ്രെറ്റി. ഹിയർ മീൻസ് വെരി, വളരെ. ഹെവി. ഹെവി എന്നാൽ ഭാരമുള്ള, തടിച്ച എന്നാണ് അർത്ഥം. നമ്മൾ തടിച്ചവരാവുകയാണ്, അല്ലേ? അതായത് നമ്മൾ തടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെഡ് പറഞ്ഞു. ദ മദർ എലിഫന്റ്. അമ്മ ആന പറഞ്ഞു, അല്ലേ? നമ്മൾ തടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓടാൻ പോകുന്നത്. ദേ അവർ വെന്റ് പോയി. ഫോർ വേണ്ടി. എ ഒരു ജോഗ്. ജോഗ് എന്നാൽ ഒരു എക്സസൈസ് ആണ്, വേഗത്തിൽ നടന്നുകൊണ്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പോൾ നമ്മൾ വേഗത്തിൽ നടന്നുകൊണ്ടുള്ള, അതായത് ജോഗിന് പോവുകയാണ്. വേർ എവിടെ. ഡു പീപ്പിൾ ഗോ. ഗോ എന്നാൽ പോവുക. വേർ ഡു പീപ്പിൾ. പീപ്പിൾ എന്നാൽ ജനങ്ങൾ. വേർ ഡു പീപ്പിൾ ഗോ. ജനങ്ങൾ എവിടെയാണ് പോകാറുള്ളത്? ഫോർ ജോഗിങ്. ജോഗിങ്ങിന്. ജോഗിങ്ങിന് ജനങ്ങൾ എവിടെയാണ് പോവാറുള്ളത്? എവിടെയാണ് ജോഗിങ്ങിന്, സ്പീഡിൽ നടക്കാൻ ആളുകൾ പോകാറുള്ളത്? യെസ്, പാർക്കിൽ പോവും, ഗ്രൗണ്ടിൽ പോകും, ബീച്ചിലെല്ലാം പോകും. നോക്കൂ. ദ ഫാമിലി, കുടുംബം, കെയിം ബാക്ക്, തിരിച്ചു വന്നു. ആഫ്റ്റർ, ശേഷം. ഏതിനു ശേഷം? എ റൺ, ഓടിയതിനു ശേഷം. ഓടിയതിനു ശേഷം അവർ തിരിച്ചു വന്നു. കുടുംബം തിരിച്ചു വന്നു. ദ കിഡ്സ്, കുട്ടികൾ, വേർ ടയേർഡ്. ടയേർഡ് എന്നാൽ ക്ഷീണിച്ച. വേർ ടയേർഡ്, ക്ഷീണിച്ചതായിരുന്നു, ക്ഷീണിച്ചതായി. കുട്ടികളെല്ലാം ക്ഷീണിച്ചതായി. എന്തുകൊണ്ടാണ് ക്ഷീണിച്ചതായത്? അവർ കഠിനമായി എക്സസൈസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അവർ ഓടി തളർന്നത് കൊണ്ടാണ് ക്ഷീണിച്ചു പോയത്. ദ കിഡ്സ്, കുട്ടികൾ, ആർ ടയേർഡ്, ക്ഷീണിച്ചതാണ്. വാട്ട് എന്ത്? വിൽ ഗിവ്. ഗിവ് എന്നാൽ നൽകുക. വാട്ട് വിൽ ഗിവ്, എന്ത് നൽകും? ദ മദർ, അമ്മ, ടു ദം, അവർക്ക്. അവർക്ക് അമ്മ എന്താണ് നൽകുക? അപ്പോ ആരോ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? ഈസ് ടീ റെഡി. ടീ എന്നാൽ ചായ, റെഡി എന്നാൽ തയ്യാറായ. ഈസ് ടീ റെഡി എന്നാൽ ചായ തയ്യാറായോ? മോം, അമ്മ, അമ്മ ചായ തയ്യാറായോ?
ആസ്ക്ഡ് ചോദിച്ചു. ആരാ ചോദിച്ചത്? ഡെല്ല. ഡെല്ല എന്ന മകൾ ചോദിച്ചു. അപ്പോൾ അമ്മ എന്താണ് പറയുന്നത്? നോ ടീ ടുഡേ. നോ ടീ, ചായ ഇല്ല. ടീ എന്നാൽ ചായ. നോ ടീ, ചായ ഇല്ല. ടുഡേ, ഇന്ന് ചായയില്ല. ലെറ്റ്സ് ഡ്രിങ്ക്. ഡ്രിങ്ക് എന്നാൽ കുടിക്കുക. ലെറ്റ്സ് ഡ്രിങ്ക് എന്നാൽ നമുക്ക് കുടിക്കാം. എന്താ കുടിക്കുന്നത്? ബിറ്റർ ഗോഡ്സ് ജ്യൂസ്. ബിറ്റർ ഗോഡ് ജ്യൂസ്. എന്താണ് ബിറ്റർ ഗോഡ് എന്നാൽ? യെസ്, പാവക്ക, കയപ്പക്ക. ബിറ്റർ ഗോഡ് ജ്യൂസ്, പാവക്ക ജ്യൂസ് നമുക്ക് കുടിക്കാം. സെഡ് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ദ മോം, അമ്മ പറഞ്ഞു. പാവക്ക ജ്യൂസ് കുടിക്കുന്ന എന്തിനാണ്? ശരീരം മെലിയാനാണ്. എന്നാൽ കൂട്ടുകാർക്ക് പാവക്ക ജ്യൂസ് ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. എന്താണ് അതിന്റെ ടേസ്റ്റ്? യെസ്, കയ്പാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഡെല്ല പുട്ട് ഹെയർ ഹാൻഡ്സ്, പുട്ട് വെച്ചു. ഹെയർ അവളുടെ ഹാൻഡ്സ്, കൈകൾ, അവളുടെ കൈകൾ വെച്ചു. എവിടെയാണ് വെച്ചത്? ഓൺ ഹെയർ, അവളുടെ ഹെഡ്, തലയിൽ. അവളുടെ കൈകൾ തലയിൽ വെച്ച് ഡെല്ല പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓ മൈ ഗോഡ്, അയ്യോ ദൈവമേ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് റോങ് വിത്ത് മോം? വാട്ട് എന്ത്? ഈസ് ആണ്. റോങ്, റോങ് എന്നാൽ അബദ്ധം, കുഴപ്പം. വിത്ത് മോം, അമ്മയ്ക്ക്. അമ്മയ്ക്ക് എന്ത് കുഴപ്പമാണ് സംഭവിച്ചത്? ആരാണ് ചോദിക്കുന്നത്? ആസ്ക്ഡ് ചോദിച്ചു. ദ ബേബി എലിഫന്റ്. ബേബി എലിഫന്റ് ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് കുഴപ്പമാണ് സംഭവിച്ചത്? അപ്പൊ ബേബി എലിഫന്റ് അമ്മയ്ക്ക് എന്ത് കുഴപ്പമാണ് സംഭവിച്ചതെന്നും ഡെല്ല അവളുടെ കൈകൾ തലയിൽ വെച്ച് അയ്യോ ദൈവമേ എന്ന് പറഞ്ഞതും എന്തുകൊണ്ടായിരിക്കും? ബിറ്റർ ഗോഡ് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞത് കൊണ്ട്, പാവക്ക ജ്യൂസ് കുടിക്കാൻ പറഞ്ഞത് കൊണ്ട്. ഓക്കെ ഡിയേഴ്സ്, വിൽ ദി കിഡ്സ് ലൈക്ക്? ലൈക്ക് എന്നാൽ ഇഷ്ടപ്പെടുക. വിൽ ലൈക്ക് ഇഷ്ടപ്പെടുമോ? ദ കിഡ്സ് കുട്ടികൾക്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്, പാവക്ക ജ്യൂസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ? വൈ എന്തുകൊണ്ട്? കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ? നോ, ഇല്ല. എന്തുകൊണ്ടാണ്? അതിന്റെ ടേസ്റ്റ് എന്താണ്? കയ്പാണ്. ശരിയല്ലേ കൂട്ടുകാരെ? യെസ്. ദ കിഡ്സ് കുട്ടികൾ വെന്റ് പോയി. എവിടത്തേക്കാ പോയത്? ടു ലേക്ക്. ദേർ അവരുടെ സ്റ്റഡി റൂം, പഠന റൂമിലേക്ക്. കുട്ടികൾ അവരുടെ പഠന റൂമിലേക്ക് പോയി. ദേ അവർ ഓൾ എല്ലാം വേറായിരുന്നു. എന്തായിരുന്നു? ഹംഗ്രി, വിശപ്പുള്ള. അവരെല്ലാം വിശപ്പുള്ളവരായിരുന്നു. എന്നാൽ അവർക്കെല്ലാം വിശപ്പുണ്ടായിരുന്നു. വേർ എവിടെ? ഹാസ് ഗോൺ. ഹാസ് ഗോൺ എന്നാൽ പോയിട്ടുണ്ട്. വേർ ഹാസ് ഗോൺ, എവിടെ പോയിട്ടുണ്ട്? ആര്? ദ ഫാദർ എലിഫന്റ്. അച്ഛനാന എവിടെ പോയിട്ടുണ്ട്? ഇതുവരെ നമ്മൾ അച്ഛനാനയെ കണ്ടിട്ടില്ല. ഇനി നമ്മൾ അച്ഛനാനയെ കാണാൻ പോകുകയാണ്. ലേറ്റ്, വൈകി. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം, വൈകി. ഫാദർ എലിഫന്റ്, അച്ഛനാന, കെയിം ഹോം. കെയിം വന്നു, ഹോം വീട്ടിലേക്ക് വന്നു. എപ്പോഴാ വന്നത്? ആഫ്റ്റർ വർക്ക്. ആഫ്റ്റർ വർക്ക് എന്നാൽ ജോലി കഴിഞ്ഞ്. ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഫാദർ എലിഫന്റ് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഹി, അവൻ, സ്വിച്ച് ഓൺ ചെയ്തു. ദ ടെലിവിഷൻ. ടെലിവിഷൻ സ്വിച്ച് ഓൺ ചെയ്തു. ആൻഡ് എന്നിട്ട് ലേ, കിടന്നു. ഓൺ ദ സോഫ, സോഫയുടെ മുകളിൽ കിടന്നു. അല്ലേ? അങ്ങനെയാണ് നമ്മൾ ടെലിവിഷൻ സ്വിച്ച് ഓൺ ചെയ്ത് തൊട്ടു മുമ്പിലുള്ള സോഫയിൽ കിടന്നാണ് കാണാറുള്ളത്. നോ ഡിയർ. അപ്പോൾ ആരോ പറയാണ് നോ ഡിയർ, വേണ്ട പ്രിയപ്പെട്ടവനെ. പ്ലീസ്, ദയവായി, സ്വിച്ച് ഓഫ് ചെയ്യൂ. ദ ടിവി. ടിവി സ്വിച്ച് ഓഫ് ചെയ്യൂ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത് നോക്കൂ. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ടു ദി പാർക്ക്, പാർക്കിലേക്ക് പോകാം. ആൻഡ് എന്നിട്ട് ഡു, ചെയ്യാം. സം എക്സസൈസ്, അല്ലേ? കുറച്ച് എക്സസൈസ്, വ്യായാമങ്ങൾ ചെയ്യാം. സെഡ് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ദ മദർ എലിഫന്റ്, അമ്മ ആന പറഞ്ഞു.
അമ്മ ആന എന്താണ് പറഞ്ഞത്? നമുക്ക് പാർക്കിലേക്ക് പോയി കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാം. വൈ ആസ്ക്ഡ് ദ ഫാദർ എലിഫന്റ്. വൈ എന്തിനാണ്? ആസ്ക്ഡ് ചോദിച്ചു. ദ ഫാദർ എലിഫന്റ് അച്ഛനാന ചോദിച്ചു. എന്തിനാണ്? അപ്പൊ അമ്മ ഉത്തരം പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഫോർ വേണ്ടി, ബിക്കമിങ് ആകുന്നതിന്, തിന്നർ മെലിഞ്ഞതാകുന്നതിന് വേണ്ടിയാണ്. ഷീ അവൾ റിപ്ലൈഡ് മറുപടി പറഞ്ഞു. അല്ലേ? എന്തിനാണ് പാർക്കിൽ പോയി എക്സസൈസ് ചെയ്യുന്നത്, വ്യായാമം ചെയ്യുന്നത്? യെസ്, മെലിയുന്നതിന് വേണ്ടിയാണ്. നോക്കൂ, വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്. വാട്ട് എന്ത്, വിൽ ഡു ചെയ്യും, ദേ അവർ എന്ത് ചെയ്യും, ഇൻ ദ പാർക്ക് പാർക്കിൽ അവരെന്ത് ചെയ്യും? എന്ത് ചെയ്യും കൂട്ടുകാരെ? ദേ വിൽ ഡു എക്സസൈസസ്. അല്ലേ? അവര് എക്സസൈസുകൾ ചെയ്യും, വ്യായാമങ്ങൾ ചെയ്യും. എവരി ഡേ എല്ലാ ദിവസവും. ദ ഫാമിലി കുടുംബം. ഡിഡ് ചെയ്തു. മെനി ധാരാളം. എക്സസൈസസ് വ്യായാമങ്ങൾ. എല്ലാ ദിവസവും കുടുംബം ധാരാളം വ്യായാമങ്ങൾ ചെയ്തു. എന്തൊക്കെയാണ്? സ്ട്രെച്ചിങ് എന്നാൽ ശരീരം നിവർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ. ബെൻഡിങ് വളഞ്ഞുകൊണ്ടുള്ള വ്യായാമങ്ങൾ. ജോഗിങ് സ്പീഡിൽ നടന്നുകൊണ്ടുള്ള വ്യായാമങ്ങൾ. സിറ്റപ്പ് എഴുന്നേറ്റും ഇരുന്നും കൊണ്ടുള്ള വ്യായാമങ്ങൾ. സൈക്ലിംഗ് പോലുള്ള വ്യായാമങ്ങൾ. എവരി വൺ എല്ലാവരും. ഗോട്ട് ടയേർഡ് എന്നാൽ ബിക്കെയിം ടയേർഡ് എല്ലാവരും ക്ഷീണിച്ചു. ബട്ട് എന്നാൽ there was എന്നാൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. there was no ഉണ്ടായിരുന്നില്ല. തിന്നിങ് മെലിയൽ. അല്ലേ? മെലിച്ചിൽ ഉണ്ടായില്ല, അതായത് അവർ മെലിഞ്ഞില്ല. അവർ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും ജോഗിങ്ങും സിറ്റപ്സും സൈക്ലിങ്ങും എല്ലാ എക്സസൈസുകളും ചെയ്തു, എന്നാൽ അവർ മെലിഞ്ഞില്ല. ദിസ് വിൽ നോട്ട് വർക്ക് എന്നാൽ പ്രവർത്തിക്കില്ല, അതായത് ഇത് ശരിയാവില്ല, ഈ എക്സസൈസുകളൊന്നും ശരിയാവില്ല. വി കനോട്ട് എന്നാൽ കഴിയില്ല. വി ബി ആകുക. വി കനോട്ട് ബി നമുക്കാകാൻ കഴിയില്ല. എന്താകാൻ കഴിയില്ല? തിന്നർ മെലിഞ്ഞത്. നമുക്ക് മെലിയാനൊന്നും പറ്റില്ല. എലിഫൻസ് ആണ് ഓൾവേസ് എല്ലായ്പ്പോഴും ഫാറ്റ് തടിച്ച. എലിഫൻസ് എല്ലായ്പ്പോഴും തടിച്ചവരാണ്. സെഡ് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ലൂക്ക് പറഞ്ഞു എലിഫന്റ് എപ്പോഴും തടിച്ചവരാണ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നോ അല്ല. വി മസ്റ്റ് ട്രൈ എന്നാൽ ശ്രമിക്കുക. വി മസ്റ്റ് ട്രൈ നമ്മൾ ശ്രമിക്കണം. ഹാർഡർ കുറെ കൂടി കഠിനമായി. ഹാർഡർ എന്നാൽ എന്താണ്? കുറെ കൂടി കഠിനമായി. നമ്മൾ കുറെ കൂടി കഠിനമായി ശ്രമിക്കണം. സെഡ് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ദ മദർ എലിഫന്റ് അമ്മ ആന പറഞ്ഞു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു നോക്കൂ. ഷീ അവൾ വൈപ്ഡ് എന്നാൽ തുടച്ചു. ഹെയർ അവളുടെ സ്വെറ്റ് എന്നാൽ വിയർപ്പ്. അവൾ അവളുടെ വിയർപ്പ് തുടച്ചു. വിത്ത് കൊണ്ട് എന്തുകൊണ്ട്? എ ടവൽ ഒരു ടവൽ കൊണ്ട് അവളുടെ വിയർപ്പ് തുടച്ചു. അവൾക്ക് എക്സസൈസുകൾ ചെയ്ത് നന്നായി വിയർത്തിരുന്നു. ഡു യു ലൈക്ക് എന്നാൽ ഇഷ്ടപ്പെടുക. ഡു യു ലൈക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? തിൻ മെലിഞ്ഞതാവാൻ. എലിഫൻസ് ആനകൾ മെലിഞ്ഞതാവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? കൂട്ടുകാർ ഇഷ്ടപ്പെടുന്നുണ്ടോ? മെലിഞ്ഞ ആനയെ കാണാൻ നല്ല ഭംഗിയുണ്ടാകുമോ? നോ, ആനകൾ എപ്പോഴും തടിച്ചിട്ടാണ്. നോക്കൂ, കോക്കനട്ട്സ് തേങ്ങ അതായത് നാളികേരം. ബിറ്റർ ഗോഡ്സ് പാവക്ക അതായത് കയപ്പക്ക. സലാഡുകൾ. എവരിഡേ എല്ലാ ദിവസവും. തേങ്ങ, ബിറ്റർ ഗോഡ്സ്, പാവക്ക. സലാഡ്സ് എന്താ? സലാഡ്സ് എന്നാൽ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ചെറുതായി കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് സലാഡ്സ്. അപ്പോൾ എല്ലാ ദിവസവും എന്താണ്? അവർക്ക് തേങ്ങയും ബിറ്റർ ഗോഡ്സും സലാഡ്സുമാണ് കഴിക്കാനുള്ളത്. ദ എലിഫന്റ് കിഡ്സ് ആനക്കുട്ടികൾ ഗോട്ട് ഫെഡപ്പ് എന്നാൽ
ഒരു ഫ്രേസ് ആണ്. മടുത്തു എന്നാണ് അർത്ഥം. വിത്ത് ദി ഫുഡ്, ഫുഡ് എന്നാൽ ഭക്ഷണം. ഈ ഭക്ഷണത്തോട് ആനക്കുട്ടികൾക്ക് മടുപ്പ് വന്നു. വി ഞങ്ങൾക്ക്, വാണ്ട് ഞങ്ങൾക്ക് വേണം. വി വാണ്ട് ടേസ്റ്റി, ടേസ്റ്റി എന്നാൽ സ്വാദിഷ്ടമായ രുചികരമായ ഫുഡ് ഭക്ഷണം. ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം വേണം. ദേ അവർ സെഡ് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? ടുഗദർ ഒരുമിച്ച്. അവർ ഒരുമിച്ച് 4 പേരും ചേർന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം വേണം. ദെൻ അപ്പോൾ ദ ഡോർബെൽ, ഡോർബെൽ എന്നാൽ ഡോറിനടുത്തുള്ള ബെല്ല്, അതായത് കോളിംഗ് ബെൽ, റേങ് അടിച്ചു. റിങ് അടിക്കുക, റേങ് അടിച്ചു. കോളിംഗ് ബെല്ല് അടിച്ചു. ഹു ആര്, ഈസ് ആണ്, അറ്റ് ദി ഡോർ ഡോറിനടുത്ത് ആരാണുള്ളത്? നമുക്ക് നോക്കാം. ദ ഡോർബെൽ, ഡോർബെല്ല് റേങ് അടിച്ചു. ദ മദർ എലിഫന്റ് അമ്മ ആന ഓപ്പൺഡ് തുറന്നു. ദ ഡോർ അമ്മ ആന വാതിൽ തുറന്നു. ഹിയർ ഈസ്, ഹിയർ ഈസ് എന്നാൽ ഇതാ, എ പാർസൽ ഒരു പാർസൽ, ഫോർ യു നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഇതാ ഒരു പാർസൽ. ദ എലിഫന്റ് ആന അറ്റ് ദി ഡോർ സ്റ്റെപ്പ്, ഡോർ സ്റ്റെപ്പിലുള്ള ആന സെഡ് പറഞ്ഞു. ഡോർ സ്റ്റെപ്പിൽ നിന്നിട്ടുള്ള ആന പറഞ്ഞു, അതായത് പാർസൽ കൊണ്ടുവന്ന ആന പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾക്കിതാ ഒരു പാർസൽ. ഇറ്റ് വാസ് അത് ആയിരുന്നു, അതായിരുന്നു. അതെന്തായിരുന്നു? എ പാർസൽ അതൊരു പാർസൽ ആയിരുന്നു. ഫ്രം ഗ്രാൻമ, ഗ്രാൻമ എന്നാൽ എന്താണ്? അമ്മൂമ്മ, അമ്മൂമ്മ അയച്ചിട്ടുള്ള പാർസൽ ആയിരുന്നു അത്. വാട്ട് എന്ത്, ഈസ് ആണ്, ഇൻസൈഡ് അകത്ത്. വാട്ട് ഈസ് ഇൻസൈഡ് അതിനകത്ത് എന്താണ്? എവരിവൺ എല്ലാവരും, സ്റ്റേഡ് അറ്റ് എന്നാൽ തുറിച്ചു നോക്കി. ദ ബോക്സ് ആ ബോക്സിലേക്ക് എല്ലാവരും തുറിച്ചു നോക്കി. ദ ഫാദർ അച്ഛൻ ഓപ്പൺഡ് തുറന്നു. ദ പാർസൽ അച്ഛനാന പാർസൽ തുറന്നു. വാട്ട് എന്ത്, ഈസ് ആണ്, ഇൻസൈഡ് ഉള്ളിൽ, ദ പാക്കറ്റ് ആ പാക്കറ്റിനുള്ളിൽ എന്താണ്, എന്തായിരിക്കും കൂട്ടുകാരെ? യെസ്, നമുക്ക് നോക്കാം. ഈ ലെസൺ നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. 2ാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.